ഹലോ എവ്രി വൺ. ഇന്ന് നല്ല ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ മത്തി, ചെറിയ മത്തി, കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മീൻ കറിയും മീൻ ഫ്രൈയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത്. അപ്പോൾ വരും നോക്കാം ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ദാ ഇന്നിപ്പോൾ കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മത്തി സീസൺ ആണല്ലോ. അപ്പം അങ്ങനെ ചെറിയ മത്തി വൃത്തിയാക്കി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. കുറച്ച് കടലമാവ് ഇട്ടിട്ടും നന്നായിട്ട് ക്ലീൻ ചെയ്തു, അതിൻ്റെ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ പച്ച മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പുളിക്ക് പകരം. പിന്നെ വറക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇനി നമുക്കിത് മാറിനേറ്റ് ചെയ്യാനായിട്ട് മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഞാൻ ഇപ്പോൾ ഇവിടെ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെപ്പർ പൗഡറും ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത ശേഷം പേസ്റ്റ് ആക്കാം. വെള്ളത്തിന് പകരം നാരങ്ങാനീരും ആഡ് ചെയ്യാം. ഞാൻ വെള്ളമാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് കുഴച്ച ശേഷം നമ്മുടെ മത്തി, ഈ ചെറിയ മത്തിയെല്ലാം ഈ മുളക് പേസ്റ്റിൽ നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാറിനേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചെറിയ മത്തി വറുക്കാനുള്ളത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മത്തി കറി ഉണ്ടാക്കാനായിട്ട് ഇതാ നാളികേരം ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളിയും ആഡ് ചെയ്ത ശേഷം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറി, പക്ഷേ ഭയങ്കര ടേസ്റ്റ്. ഇതാ വെള്ളം ഒക്കെ ഒഴിച്ച് പാകത്തിന് ഇതാ ചട്ടിയിലേക്ക് ഇട്ടു. മുളകും ഇഞ്ചിയും ഇതാ കീറിയിട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ കറി ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തിളച്ച് വരുമ്പോഴാണ് മാങ്ങ ഇടേണ്ടത്. ഇപ്പോൾ ഇതാ സൈഡ് ബൈ സൈഡ് എൻ്റെ സ്കില്ലറ്റ് ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അപ്പോൾ കറി ഇങ്ങനെ തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ മാങ്ങ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം മീനിടാനായിട്ട്. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കാസ്റ്റ് അയണിൻ്റെ സ്കില്ലറ്റാണ് ലോഡ്ജിൻ്റെ. അപ്പോൾ പറയുക വേണ്ട, നല്ല അസലായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. മീനൊക്കെ നമുക്കിട്ട് കൊടുക്കാം ഇങ്ങനെ. അപ്പോഴത്തേനും ഇവിടെ കറി തിളച്ച് തുടങ്ങി. നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഈ ചെറിയ മീൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ആദ്യം ഇട്ട ശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൊടിയില്ല. പക്ഷേ മീൻ വെന്ത ശേഷം നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മീൻ അങ്ങോട്ട് പൊടിഞ്ഞു പോകും. ഇവിടുത്തെ മത്തി ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് ഒന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മെല്ലെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം അങ്ങോട്ട് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ മീൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അസലായിട്ടുള്ള മീൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അവിടെ മത്തി ഫ്രൈയും ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാം തിരിച്ചിട്ട് കൊടുത്തു. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിന് ഇതാണ് മത്തി കറിയും മത്തി ഫ്രൈയും. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ?